ഹായ്, ഞാൻ എലിസബത്താണ് ഉണ്ടായിരുന്നു. പക്ഷെ കസ്തൂരി വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വ്യത്യാസം, സംസാരത്തിലൊക്കെ ഭയങ്കര സംസാരം ബെറ്ററായിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു തുടക്കം കുറിക്കാനുള്ള ധൈര്യം തന്നത് അന്ന് ആ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇർഷാദിന്റെ കമന്റും പിന്നെ ഈ കസ്തൂരിയുടെ കമന്റും കാരണമാണല്ലോ എനിക്ക് ഇതിനൊരു ധൈര്യം തന്നത്. അതുകൊണ്ട് അവരുടെ കമന്റ് നമ്മൾ വായിക്കണം, അതിനൊരു ബഹുമാനം കൊടുക്കണ്ടേ. അതായത് ഞാൻ ഇട്ട വീഡിയോന്റെ റിയാക്ഷൻ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റാണത്. Oh, sir, you are totally manipulating his FB post. His post is about thinking positively and appreciating even little things in life. I have no words. You people are absolutely brainless. This is how you have been manipulating everything that men say and does. Better you all get treatment for your collective narcissism. Anyways, I am happy there is a significant number of Malayalis who either support or stay away from this bullshit drama show from these two women. Hats off to all of them. Also, hats off to Indian law for refining its gender bias, as recently a woman in India was arrested for a false rape accusation against her husband and his friends. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻഡയറക്ട്ലി ഓരോ അമ്പുകളൊക്കെ വിട്ടിട്ടുണ്ട്. ഫോൾസ് റേപ്പ് അക്യൂസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഫോൾസ് റേപ്പ് അക്യൂസേഷൻ എന്ന് പറയുമ്പോൾ ഇയാൾ തന്നെ കല്യാണം കഴിച്ചു എന്ന് പറയണു, ഇയാൾ തന്നെ അവരെ ഫംഗ്ഷനിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ വൈഫാന്ന് പറഞ്ഞു കൊണ്ടു നടക്കണു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആരാന്ന് പോലും അറിയില്ല. കുറേ ആൾക്കാർ വന്നിട്ട് വെപ്പാട്ടി എന്ന് വന്നിട്ട് കമന്റ് ഉണ്ട്. അത് വേറെ ആൾക്കാരാണോന്ന് അറിയില്ല. ഇയാൾ തന്നെ പിന്നെ പറയണു, ഞാൻ ഇയാളുടെ ഈ കസ്തൂരി തന്നെ പറയണു, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവരെ സെക്ഷലി സെഡ്യൂസ് ചെയ്തിട്ട് ഒരു പേഷ്യന്റിനെ മയക്കെടുത്ത് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം അതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ച് മുമ്പ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ FB-യിൽ പരിചയപ്പെട്ട ഒരാളിനെ പ്രേമിച്ചത് ശരിയായില്ല എന്ന് അന്ന് കുറ്റം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഓരോരോ പലതരത്തിൽ പല ടൈപ്പിലാണ്. ഇങ്ങനെ ചെയ്താലും കുറ്റം, അങ്ങനെ ചെയ്താലും കുറ്റം, ഒന്നും ചെയ്തില്ല ഇങ്ങനെ കുറ്റം. പിന്നെ ഇപ്പോൾ വരുന്നത് ഇത്ര കാലം മിണ്ടാതിരുന്നിട്ട് എന്താ വീണ്ടും പിന്നെ ഇപ്പോൾ മിണ്ടണേ എന്നുള്ളതാണ് വേറെ കുറ്റം. ഓക്കെ, അങ്ങനെ പല കുറ്റങ്ങളായിട്ട് പോകണം. അപ്പോൾ നമ്മുടെ കഥ വീണ്ടും തുടങ്ങാൻ പോവാണ്. ഈ കസ്തൂരിനൊന്ന് ബഹുമാനിച്ചില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ടാണ് അവരുടെ കമന്റ് വായിച്ചത്. ബാക്കി കമന്റുകളൊന്നും വായിക്കണില്ല, പക്ഷേ കമന്റുകൾ ഇടുന്നുണ്ട്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കമന്റുകളാണ്. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് 2-3 കാര്യങ്ങൾ ഓർമ്മ വന്നു. എന്നുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള അജ്വലക്സ് എന്ന് പറഞ്ഞ ആളുടെ ആ തോക്ക് കേസ്. അപ്പോൾ ആ തോക്ക് കേസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അന്ന് ഞാൻ പറയാൻ വിട്ട കാര്യമാണ്. അന്ന് ഇങ്ങേര് അവിടെ നിന്ന് വരുമ്പോൾ ഒരു കവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കവറിൽ എന്തൊക്കെയോ കൊണ്ടുവന്ന് എനിക്കറിയില്ല. പക്ഷെ വീട്ടിലെത്തിയിട്ട് പുള്ളിയുടെ പാൻറ് ഞാൻ എടുത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സംഭവം ഞങ്ങൾ ചെറിയ തല്ലിലൊക്കെ ആയിരുന്നു. കാരണം നമ്മളതിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാക്കി എന്നുള്ളൊരു ദേഷ്യം, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി കിട്ടുന്നതിനൊക്കെ അതൊക്കെ ശീലമായി, അത് വേറെ കാര്യം. അതിൻ്റെ ഉള്ളിൽ പുള്ളിയുടെ പ്ലാൻ എന്തായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ട കാര്യമാണ്. ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മാത്രമല്ല, ഇത് ഈ പുള്ളി പറയണതിൽ 100%-ൽ 80% മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതായത് സത്യം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇത് പുള്ളി ശരിക്കും വിചാരിച്ചിട്ട് ചെയ്യണതാണോ അതോ വക്കീലിൻ്റെ ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കേട്ട കാര്യമാണ്. അതായത് ആ പാൻറ്റിനുള്ളിൽ നമുക്ക് ഈ ഡ്രഗ്സ്, കഞ്ചാവ് എന്തെങ്കിലും വെച്ചിട്ട് ഇയാളുടെ അവിടെ നിന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ അങ്ങനെയും കൂടി അകത്താക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ പറഞ്ഞു, എന്താ ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ എന്തായാലും ഫുള്ള് നടന്ന കാര്യങ്ങൾ ഫുള്ളും പറയുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ, മോളെ നീ മരുന്ന് കഴിച്ചില്ലേ? എന്നിട്ട് വക്കീലിനോട് പറഞ്ഞു, ഇവൾക്ക് ഭ്രാന്തായതാണ്, മോളെ റൂമിൽ പോയി ചെന്നിരിക്കും, ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം, റൂമിൽ പോയിട്ടിരിക്കും, എന്നിട്ട് മരുന്ന് കഴിച്ചോ. അതായത് എന്തെങ്കിലും നമ്മളിപ്പോൾ പുള്ളിപ്പോൾ ഒരു 15 വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ 19 വയസ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ, അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്നുള്ളൂ. കുറേ കഥകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇന്ന അമ്മയെ പോലെയാണ്, എൻ്റെ ചേച്ചീനെ പോലെയാണ്. നിൻ്റെ അമ്മേനെ ഇങ്ങനെ കയറ്റി അങ്ങനെ ഇത് ചെയ്യുമ്പോൾ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ? മോള് നിൻ്റെ ഇതിനെ കുഴപ്പമുണ്ട്, പോയി മരുന്ന് കഴിച്ചോ, അങ്ങനത്തെ ടൈപ്പ് ഡയലോഗൊക്കെ ഉണ്ട്. ആ സംഭവത്തിൻ്റെ ഇത് ഇടയിൽ ഓർമ്മ വന്നാണ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിറ്റേ ദിവസം ആക്ച്വലി ഈ തോക്ക് വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന പോലീസുകാരൻ വന്നപ്പോൾ ഇന്നെ ബെഡ്റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പുറത്ത് വരരുത്, കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ കാരണം തന്നെ നീ ഇവളെങ്ങാനും വിളിച്ച് പറയുമോ എന്നുള്ളൊരു പേടി കാരണം പിന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കറക്റ്റ് ഒരു 1-1.5 മാസം ആകുമ്പോഴേക്കും ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്നെ കൊണ്ടുപോയി എൻ്റെ ഉദ്ദേശം, പുള്ളിക്ക് 2 ഉദ്ദേശം ഉണ്ടാവാം. ഒന്ന്, ഒരു പെണ്ണുണ്ടെങ്കിൽ അതും ഇന്നെ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഈ മാക്ക് എന്ന് പറഞ്ഞ പുള്ളീനെ മുകളിൽ നിന്ന് താഴ്ത്തി വെച്ചിട്ട് ചേച്ചിക്ക് ഒരു ഹായ് പറയുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണേ. രണ്ടാമത്തത്, ഓക്കെ ഇവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇവളിറങ്ങി പോകാരായി എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഇവളെങ്ങാനും പോവുകയാണെങ്കിൽ ഇവളുടെ തലയ്ക്ക് ഒരിക്കലൊരു കേസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണോ എന്നും എനിക്കറിയില്ല. അങ്ങനെ കാരണം അന്ന് കൊടുത്ത ഇൻ്റർവ്യൂകളിലൊക്കെ എൻ്റെ ഭാര്യേൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഭാര്യയായിട്ട് ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കണ ആളാണ്. പക്ഷെ വീട്ടിൽ വേറെ സ്വഭാവമാണ്. സോ അത് ഭാര്യയായിട്ട് അങ്ങനെ ചെയ്യുമോ എന്ന് കാണിച്ചിട്ട് എല്ലാ
കൊള്ളരുതായ്മയും കാണിക്കുന്ന പരിപാടി ഉണ്ട്. കാരണം എന്താണെന്നറിയോ, എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ഇപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ എന്തെങ്കിലും യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ആൾക്കാർ പല സ്ഥലത്തുണ്ട്, പല തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ തന്നെ ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ഒരു 6 months മുമ്പ് എന്തോ ഗോൾഡ് സ്മഗ്ലിങ്ങോ സംതിങ് അങ്ങനത്തെ എന്തോ സാധനത്തിന് സുരക്ഷ കൊടുത്ത് എത്രയോ ലക്ഷങ്ങൾ വെച്ചിട്ട് പിടിച്ചു. കേസുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്തു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിടണം എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആൾക്കാർ പല പല മേഖലകളിൽ ഇങ്ങനത്തെ അധികാരപ്പെട്ട പൊസിഷനുകളുണ്ട്. എങ്ങാനും നമ്മുടെ ബാഗിൽ വല്ലതും കൊണ്ടുപോയി വെച്ചിട്ട് അവസാനം ഇതുപോലെ ഇവരുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നാലോ, പറയാൻ പറ്റില്ല. അപ്പോൾ ആ പേടിയുണ്ട്. അപ്പോൾ എല്ലാവരോടും അറിഞ്ഞിരിക്കാം. നമ്മൾ കണ്ട സാധനമൊക്കെ എല്ലാവരോടും പറയാനുള്ളൂ നല്ലത്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ എന്തെങ്കിലും കമൻറ്റ് വരികയാണെങ്കിൽ, നല്ല കമൻറ്റുകളല്ല മോശം കമൻറ്റുകൾ പലതും വരികയാണെങ്കിൽ അതൊക്കെ ചെറിയ യൂട്യൂബ് ചാനലുകളിൽ നല്ല ക്ലിക്ക് ബേറ്റ് ആയിട്ട് മോശം രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ടൂർ പോയപ്പോൾ മെയിലായിട്ട് ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ അടുത്തത് ഇവരുടെ കല്യാണമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുപോലെ കുറേ ഇങ്ങനത്തെ ചെറിയ യൂട്യൂബ് ചാനലുകളുടെ ന്യൂസുകൾ വന്നിരുന്നു. ഇപ്പം ഞാൻ ഇത്രയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഇപ്പം അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലും അനങ്ങണില്ല. മെയിനായിട്ട് അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള, അത്യാവശ്യം റിയാക്ട് ചെയ്യണ ഒരു 5-6 യൂട്യൂബ് ചാനലുകളിൽ മാത്രമാണ് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നുള്ളൂ. അവർ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഭയങ്കരമായിട്ട് താങ്ക് യു ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഈ കമൻ്റ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് തോന്നിയ പോലെയൊക്കെ പറയണ ആൾക്കാർ അവരൊന്നും ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് മിണ്ടണില്ല. അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. പിന്നെ മിഷേൽ ഷാജി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അപ്പൻ വീണ്ടും ന്യൂസിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഇത്ര കാലമായിട്ട് അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ അവർ പല ഇൻ്റർവ്യൂകളിലായിട്ടും പരിപാടികളിലായിട്ടും വന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ആരും ശ്രദ്ധിക്കണില്ല എന്ന് മാത്രമല്ല, ഇത്ര കാലം 8 കൊല്ലം അന്ന് ഒക്കെ കുറേ ക്യാമ്പയിനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ക്യാമ്പയിൻ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ മറന്നു. ഈ എല്ലാ കാര്യത്തിൻ്റെയും പ്രശ്നം അതാണ്. കുറച്ചു കാലമൊക്കെ ഇത് നടക്കും, ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും. ഒരാൾ മരണപ്പെട്ടിട്ട് പോലും അവർ ഇത്രയ്ക്കും ഇതിൽ വന്ന് പറഞ്ഞിട്ട് തെളിവുകളായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന പോസ്റ്റ്മോർട്ടം ഇവിടെ പോയി ചെയ്തിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ, ഇതൊക്കെ കറക്റ്റ് സയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അച്ഛൻ എല്ലാ വീഡിയോകളിലും അതുപോലെ ഇന്റർവ്യൂകളിലും പറയുന്നുണ്ട്. എന്നിട്ടും ഒരു മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നുന്ന കാര്യം തന്നെയാണ്. കേസ് കൊടുത്ത് എല്ലാതും ശരിയാവും എന്ന് പറയുന്നത് ശരിയാവേണ്ടതാണ്. ഞാൻ ഈ ഒരു കല്യാണം എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഈ ഒരു എന്താ അതിനെ പറയാ എനിക്കറിയില്ല. ഞാൻ കല്യാണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് വരെ ഞാൻ വിചാരിച്ച ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് നീതി കിട്ടും എന്നാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ ഒരു അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ നീതി കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്കത് പേടിയാണ്. അതിൻ്റെ പിന്നാലെ പോകാനും പേടിയാണ്. മാത്രമല്ല അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാവും. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ ആൾക്കാർ ഇതൊക്കെ മറക്കും. പിന്നെ ഈ ഒരു റിവെഞ്ചും കൂടിയിട്ട് പിന്നെ ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് എനിക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനുണ്ടാവില്ല. ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനുണ്ടാവില്ല. അതുവരെ ചിലപ്പോൾ മിണ്ടാണ്ടിരുന്ന് ഒരു 4 മാസം കഴിഞ്ഞാൽ പുള്ളി ഇതൊരു റിവെഞ്ചായിട്ട് തന്നെ വെക്കും. ഇപ്പം മിണ്ടാതിരിക്കണത് വലിയ അറ്റാക്കൊന്നും ചെയ്യാത്തത്, ഇപ്പം എന്തെങ്കിലും നടന്നാൽ അത് കുഴപ്പമാവില്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇതൊക്കെ ഓക്കെ, ഞാൻ ആരുമില്ലാത്ത ഒരാൾ എങ്ങനെയോ ചിലപ്പോൾ വണ്ടി ഇടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 10 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇതൊന്നും പറഞ്ഞു തന്നെ ഓർമ്മയില്ല. ആൾക്കാർക്ക് മോൺസൺ മാവങ്കലിന്റെ കേസ് ഇത്ര വലിയ കേസായിട്ട് അടക്കം അന്നൊക്കെ ഈ മോതിരത്തിന്റെ കേസും മറ്റേതൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ആൾക്കാരതൊക്കെ മറന്നുപോയി. ഇപ്പോൾ പറയുമ്പോഴാണ് പല ആൾക്കാർക്കും അതിനെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞു ഒരു ഡ്രൈവർ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്നു എന്നുള്ളത്. ആ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്ന ഡ്രൈവർ അങ്ങേരനെ ഡ്രൈവറാക്കിയിട്ട് ഇങ്ങേര് കുറച്ചു കാലം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കേസ് കിടന്ന് മോൻസൺ ജയിലിലായപ്പോൾ ആ ഡ്രൈവറിനെ അവിടുത്തെ വീട്ടിൽ ഡ്രൈവറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഡ്രൈവറിനെയും ഇയാൾ ഓക്കെ എന്താണെങ്കിലും കൂടെ വെക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ അയാളോട് കുറച്ച് മര്യാദ കാണിക്കേണ്ടതാണ്. പക്ഷെ അയാളിനെ അവിടെ കൂടെ നിർത്തിയിട്ട് ഇങ്ങേര് വേറെ പോലീസുകാരനെ വിളിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരോടും പോയി കുറ്റം പറയാം. അന്ന് ഇയാളോട് ഭയങ്കര സ്നേഹത്തിൽ ഞാൻ നിന്നെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാളിനോട് ഇങ്ങനെയും പറയാം. അതുപോലത്തെ സ്വഭാവം ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പോൾ 2 പേരും, ഒരു എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബി എന്ന് പറഞ്ഞ ആളുണ്ട്, സി എന്ന് പറഞ്ഞ ആളുണ്ട്. ബി എന്ന് പറഞ്ഞ ആളാണ് നടുക്കിലിരിക്കുന്നത്. ബി എന്ന് പറഞ്ഞ ആളാണ് സീന ആളോട് പറയണു ഭയങ്കര മോശപ്പെട്ട ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറയണു.
അതുപോലെ തന്നെ ഈ ബി എന്ന് പറഞ്ഞ ആള് എ എന്ന് പറഞ്ഞ ആളോട് പറയണു സി എന്ന് പറഞ്ഞ ആള് ഭയങ്കര മോശമാണ്, അങ്ങനെ ഇങ്ങനെയാണ്. അതുകൊണ്ട് എയും സിയും തമ്മിൽ മിണ്ടില്ല. പക്ഷെ ബി എ ആയിട്ടും ബി സി ആയിട്ടും നല്ല കണക്ഷൻ ആയിരിക്കും. അതാണ് ഇങ്ങയുടെ എല്ലാ റിലേഷനിലുള്ള ഒരു ഇത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വേറെ ആൾക്കാർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ ഇയാളായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. വേറെ ആൾക്കാർക്ക് ശത്രുത ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള സംസാരിക്കും. അതൊക്കെ തെളിയിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നെ പറയുന്നതായിരിക്കും. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അത് നഷ്ടപ്പെടും, ഇത് നഷ്ടപ്പെടും, ഇന്നെ പറഞ്ഞ് അത് പറഞ്ഞ് നാണം കെടുത്തും, ഇത് പറഞ്ഞ് നാണം കെടുത്തും എന്നൊക്കെ പേടിപ്പിച്ചിട്ട് എനിക്കൊരു കാര്യമില്ല. മാത്രമല്ല, മുമ്പ് വന്ന ഭീഷണികളുടെ മെസ്സേജുകളും ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അവരുടെ അക്കൗണ്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനാണ്ടും വലിയ പ്രശ്നമായിട്ട് ഉണ്ടാക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മുമ്പ് പലരോടും ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആദ്യം 2008-2009 കാലയളവിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആള് പക്ഷെ ഇപ്പോഴും കോൺടാക്റ്റിൽ ഉള്ളതാണ്. ആദ്യമൊക്കെ അവരുടെ പേര് USA പ്രോഗ്രാം എന്നാണ് അവരുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, അത് USA ഞാൻ കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേജ് ഷോ. അപ്പോൾ അവർ വിളിക്കണതാണ്, വല്ല സ്റ്റേജ് ഷോ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എടുക്കില്ല. പിന്നെ ഒരു തവണ കള്ളു പിടിച്ചിട്ട് ബോധമില്ലാത്ത സമയത്താണ് പറയണത് അത് ഇങ്ങനത്തെ ഒരാളാണ്. അവര് പിന്നെ അതും അന്നൊക്കെ ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നെ ചതിച്ചിട്ട് പോയി. വേറെ ഒരു USA കാരൻ നല്ല കാശുകാരനെ കണ്ടപ്പോൾ ഇന്നെ ചതിച്ചിട്ട് പോയി, എനിക്ക് പഠിപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇട്ടിട്ട് പോയി, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത കരച്ചില്. അപ്പോൾ നമുക്കും വിഷമം തോന്നി. അത് മാത്രമല്ല, പുള്ളിക്കാരി സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആകെ വിഷമായി. അങ്ങനെ പലതരത്തിൽ ഇന്ന സ്വത്ത് തട്ടിക്കാൻ നോക്കി, അങ്ങനെ പല അലിഗേഷൻസ് ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് ഞാൻ പോണേന്റെ കുറച്ച് മുമ്പ് വരെ ഞാൻ ആ ഒരു കോള് കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് കോളില്ലെങ്കിലും ചില സമയത്ത് വീണ്ടും ആ കണ്ടിന്യൂസ് കോൾ അവരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അതൊരു കോണ്ടാക്ട് ഇല്ലാത്ത ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പ്രതികരിക്കാൻ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ USA പ്രോഗ്രാം എന്നാണ്, അത് സേവ് ചെയ്ത് വെച്ചോണം. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്കറിയാത്തതായിട്ടുള്ള പല കഥാപാത്രങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ അവരൊന്നും ഇങ്ങനെ ഒരു കല്യാണ ഫംഗ്ഷനായിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് വൈഫാന്നുള്ള രീതിയിൽ വരുന്നില്ല എന്നുള്ളൂ. പക്ഷെ ചുറ്റുപാടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ കുറെ ഉണ്ട്. പക്ഷെ ആരും പറയില്ല, എല്ലാവരും പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും. ഞാൻ പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നു. ഇതൊക്കെ ആൾക്കാര് എന്താണ് ഗുജറാത്തിക്ക് പോയിട്ട് മിണ്ടാണ്ടിരുന്നത്, ഇപ്പോൾ വേറെ ആൾക്കാരായിട്ട് ലൈഫ് തുടങ്ങിയപ്പോൾ അവരെന്നെ ഹ്യൂമിലേറ്റ് ചെയ്യും. ഞാനല്ല ഹ്യൂമിലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്നെ ഭയങ്കര വൃത്തിയായിട്ട രീതിയിൽ ഇതിനെയാണ് മുമ്പ് എനിക്ക് മെസ്സേജുകളും കമന്റുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു. കാരണം അതൊക്കെ വീണ്ടും ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഇങ്ങനത്തെ ചെറിയ യൂട്യൂബ് ചാനൽ അങ്ങനത്തെ കമന്റൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ന്യൂസ് ആക്കിയിട്ട് അങ്ങനെ കാണണ്ട, ഇനി അതൊന്നും ചർച്ച ഉണ്ടാച്ചിട്ടൊക്കെയാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് മിണ്ടാണ്ടിരുന്നായിരുന്നത്. പക്ഷെ പിന്നെ ഈ ഡിവിഷനത്തെ ചാനല് ഞാൻ വരുമ്പോഴേക്കും അതൊക്കെ ഓൾറെഡി ആൾക്കാർ കണ്ടിട്ട് ഓൾറെഡി അത് യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ കൂടുതൽ ഈ ഇന്റർവ്യൂ ഞാൻ ഇടയിൽ തീരെ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും കൂടി റിപ്ലൈ തരണം. നമ്മൾ കുറേ നാളും മിണ്ടാണ്ടിരുന്നാൽ പിന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഓക്കെ, എനിക്ക് ഇതിൽ നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കിട്ടണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ കിട്ടണില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ. ഒരാളിങ്ങനെയൊക്കെ വന്നിട്ടും ഒരാൾക്ക് കിട്ടണില്ല. എല്ലാവർക്കും ഒക്കെ ആൾക്കാർ പറയണേ ഓക്കെ, എൻ്റെ വീട്ടുകാർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട്ടുകാരാണ്, അങ്ങനെയാണ്, അത്യാവശ്യം റിച്ചാണ്, അത്ര വലിയ റിച്ച് ഒന്നുമില്ല, കുഴപ്പമില്ല, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതാണ്. എന്നിട്ട് ഇവർക്ക് കേസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് നീതി കിട്ടുള്ളൂ. ഇപ്പോൾ അതായത് ഇപ്പം ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഇത്ര ആൾക്കാർ കാണുന്നുണ്ട്, ഇത്ര യൂട്യൂബിൽ ഇത്ര വ്യൂസ് വരുന്നുണ്ട്, ഇത്ര ആൾക്കാർ ഈ കാര്യം കാണുന്നുണ്ട്, ഇത് അധികാരപ്പെട്ട ആൾക്കാരും കാണുന്നുണ്ട് എന്നുള്ളത് 100% ഷുവറാണ്. പക്ഷെ ഇതുപോലെ തന്നെ ചിലപ്പോൾ പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് ഫേസ്ബുക്ക് ചാനലും അതുപോലെ ഈ ഇതൊക്കെ ഉള്ള കാരണം മീഡിയയിൽ എനിക്ക് തന്നെ പറയാൻ പറ്റി, അതൊരു നല്ല കാര്യമായി. അതുപോലെ തന്നെ എനിക്ക് ഓക്കെ, ഇപ്പോൾ നീതി കിട്ടുമോ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കേസ് ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും. അതും ഓക്കെ, അതെനിക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഇപ്പോൾ ജോലിയുണ്ട്, എൻ്റെ ജോലി കളയണമെന്നാണ് അവർക്ക് ആഗ്രഹം. അത് എങ്ങനെയെങ്കിലും എൻ്റെ ലൈസൻസൊക്കെ ക്യാൻസൽ ചെയ്യണമെന്ന് അവരുടെ ആഗ്രഹം. ഓക്കെ, അതായിക്കോട്ടെ. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തനി നടു റോട്ടിൽ എത്തുന്ന അവസ്ഥയിൽ ആക്കാനിട്ടിട്ട് പോണ കുറേ കേസുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയാനും ആൾക്കാർ കേൾക്കാനും പോലും അവസരം ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ നീതി കൊടുക്കില്ലേ? അതുപോലെ തന്നെ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള പേഷ്യന്റ്, അതുപോലെ തന്നെ ഇത്തിരി ഡിസബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കറക്റ്റ് കാര്യം പോലും എന്താ നടക്കണമെന്ന് പോലും അറിയണ്ടാവില്ല. അവരിനൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കറക്റ്റ് കാര്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് നീതി കൊടുക്കില്ലേ? അല്ല, എനിക്കിതൊക്കെ അറിയണമെന്നുണ്ട്.
പക്ഷെ ഞാനിവിടെ കണ്ടിന്യൂസ്ലി ഒരാൾ തെറ്റ് ചെയ്യണു, പല ആൾക്കാരും അതിനെപ്പറ്റി പറയണു. അന്നാ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടീനെ കാണില്ല എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ആൾക്കാരൊക്കെ വീണ്ടും തിരിഞ്ഞ് സപ്പോർട്ട് ചെയ്യണു. ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് ഉപദ്രവിക്കണു, അതിനെയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യണു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതാർക്കെങ്കിലും ഒക്കെ ഒരു കുഴപ്പമുണ്ടാവണ്ടേ? ഒന്നെങ്കിൽ ഈ പറയണത് കേട്ടിട്ട് ഓക്കെ ആൾക്കാർ കേട്ട് അതിനൊരു ജസ്റ്റിസ് ലഭിക്കണം, അല്ലെങ്കിൽ ഈ പറയണതിൽ വല്ല കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെ ഇന്റെ എതിരെ കേസ് എടുക്കണം. ഇതൊന്നും നടക്കണില്ല. ഇതാ ഈ സ്ക്രീൻഷോട്ടിൽ കിടന്ന ആൾ കുറേ കാലമായിട്ട് എൻ്റെ ഇതിൽ ഇതുപോലത്തെ കുറേ കമൻറ്റുകൾ ഇടുന്ന സംഭവമാണ്. എന്തിനാണെനിക്ക് പറയാനില്ല, കുറേ കാലമായിട്ട് ഇടുന്നതാണ്. എന്താണ് ഇവർക്കൊക്കെ ഞാൻ ഉപദ്രവം ചെയ്തത് എനിക്ക് വേറെ മനസ്സിലാവണില്ല. കുറേ കാലമായിട്ട് ഇപ്പോൾ തുടങ്ങിയതെന്നല്ല, ഓരോ കൊല്ലമായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് കിടന്നിട്ട് എല്ലാത്തിനെയും കുറ്റം പറയണ ആൾക്കാരാണ്. അതിപ്പോൾ ഈ 1-2 മാസത്തിൽ തുടങ്ങിയ കുറ്റം പറച്ചിലൊന്നല്ല. എൻ്റെ ലൈഫിൽ ഞാൻ അത്യാവശ്യം മോശപ്പെട്ട കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പല തവണ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ആരോടും ഇതൊക്കെ പറയാനുള്ള, ഈവൻ പാരൻസിനോട് തന്നെ ആദ്യം എനിക്ക് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ ലൈഫ് എന്ന് പറഞ്ഞ് എനിക്ക് ഡൗട്ടുകളായിരുന്നു. അത് ഇന്റെ പ്രശ്നമാണോ ഇങ്ങനെയൊക്കെ ആലോചിക്കണേന്ന് പോലും തോന്നത്തക്ക രീതിയിലുള്ള അഭിനയങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വീട്ടുകാർ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് മാത്രം തോന്നുന്ന കുഴപ്പമാണ് ഇതൊക്കെ എന്ന് വെച്ച് അടക്കം നമുക്ക് ഡൗട്ട് തോന്നുന്ന രീതിയിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാളെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളല്ല, 5-6 പേരിനെ ഒരേ ടൈമിൽ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട് ഇന്നെ കുറിച്ച് അവർ വേറെ പെണ്ണുങ്ങൾ സംസാരിക്കണം, ആ ഡെവിളിന്റെ കയ്യിൽ നിന്ന് ആ ഡെവിളിനെ ഡിവേഴ്സ് ചെയ്തുകൂടെ, മനസമാധാനമായിട്ട് ജീവിച്ചുകൂടെ, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങൾ സമാധാനിപ്പിക്കണം. എന്നാൽ ഈ മെസ്സേജുകളും ഇതും ഒക്കെ ചിലപ്പോൾ എൻ്റെ മടിയിൽ കിടന്നിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക. ഇത്ര വലിയ ഡെവിളും അതുപോലെ തന്നെ ഇത്ര വലിയ ഒരു ദുഷ്ടത്യായ എന്നെ പുലർച്ചെ 3 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലേ? ഇവരിനൊക്കെ വിളിച്ചാൽ മതിയായിരുന്നില്ലേ? അപ്പോൾ അതിന് അവരുടെ വീട്ടുകാരുടെയും സപ്പോർട്ട്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു പണിക്കാരുടെ അത്ര ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വെറുതെ ഒരു പേര് ഭാര്യ എന്ന് വിളിക്കുക. എന്നിട്ട് പുതിയ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ എന്ത് ഭാര്യയോ, ആരുടെ അമ്മാതിരി തരത്തിലുള്ള വർത്താനമായി. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് ചീറ്റ് ചെയ്ത സംഭവങ്ങളാണ്. എനിക്കിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഇതൊക്കെ പറയണമെന്ന് തോന്നുന്നു. ഇനിയും കഥകൾ ധാരാളം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്ര കാലം ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.